ബീർ ബഹുട്ടി എന്ന പാഠത്തിലെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പാഠഭാഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേലായും സാഹിലും സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിക്കുന്നത് കേട്ട ഉടനെ അവർ മഷി നിറക്കാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗമാണ് ഇനി നമ്മൾ എടുക്കുന്നത്. 1981 का साल 1981 കാലഘട്ടം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം. ആ പട്ടണത്തിലെ ഏറെക്കുറെ വിജനവും ഇടുങ്ങിയതുമായ തെരുവുകൾ. എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. ആ തെരുവിൽ എന്താണ്? വിജനമായതും ഇടുങ്ങിയതുമായ തെരുവുകൾ. ആ തെരുവുകളിൽ ഗലിയോമേ ഗാമോഷ് ഗഡെ ബിജലി കെ ഖംബെ. അവിടെ എന്താണ്? തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ. ഗലിയോമേ, ഗലി തെരുവ്, ഗലിയോമേ ഗാമോഷ് ഗഡെ ബിജലി കെ ഖംബെ. ഗാമോഷ് നിശബ്ദമായ, ആ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ. ഗംബോ കെ ബീച്ച് ഗിഞ്ചി താരോങ്കി കതാരെ. പോസ്റ്റുകളുടെ ഇടയ്ക്ക് വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകൾ. ആ വൈദ്യുതി തൂണിൽ വലിച്ചു കെട്ടിയ വൈദ്യുതി കമ്പികളുടെ നിരകൾ. ഇൻ ഗലിയോമേ ജഹാം തഹാം ദിക്കായി പട്ടെ മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ എന്നാണ്. ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ, ജഹാം തഹാം ദിക്കായി പട്ടെ, അവിടെയും ഇവിടെയുമായിട്ട്, മീട്ടി ഗണ്ടിയാം ബജാത്തെ ഫേരി വാലെ, മധുര ശബ്ദത്തിൽ മണിമുഴക്കി അങ്ങിങ്ങായി സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ. അങ്ങിങ്ങായി സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ. ഏക് അന്ധേരി സി ഗലി മേ ചഹ് സാത്ത് ഗദ്ദോം കി ഖുരോം കി ടാപ്പോം കി ആവാസേം. എന്താണ്? ഇരുട്ട് വ്യാപിച്ചതുപോലുള്ള ഈ തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഏക് അന്ധേരി, അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അന്ധേരി സി ഗലീമേ, ആ ഇരുട്ട് വ്യാപിച്ച തെരുവിൽ, ചഹ് സാത്ത് ഗദ്ദോം കി ഗുരോം കി ടാപ്പോം കി ആവാസേം. എന്താണ്? 6-7 കുതിരകളുടെ കുളമ്പടി ശബ്ദം. ഗുർ കുളമ്പ്, ടാപ്പ് കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബദൻ ഉഖാഡെ കുംഹാർ. ഉൻകെ പീച്ചെ, ആ കുതിരകളുടെ പിന്നിലായിട്ട്, ചൽത്താ ഏക് ബദൻ ഉഖാഡെ കുംഹാര, ആ കഴുതകൾക്ക് പിന്നാലെ നടക്കുന്ന ഷർട്ടിടാത്ത ഒരു കുശവൻ. ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ. കുംഹാർ എന്ന് പറഞ്ഞാൽ കുശവൻ. ഉഖാഡെ അനാവരണം ചെയ്യുക, ബദൻ ശരീരം, ആ കഴുതകൾക്ക് പിന്നാലെ നടക്കുന്ന ഷർട്ടിടാത്ത ഒരു കുശവൻ. ഇസി ദൃശ്യ കെ ബീച്ച് സെ ഗുജർത്തെ ഹുയെ ദോ സ്കൂളി ബच्चे ബേല ഔർ സാഹിൽ. ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ. ആരാണ്? നമ്മുടെ ബേലായും സാഹിലും. നമ്മുടെ ബേലായും സാഹിലും. ഉൻ ദിനോം പെൻ में
5 പൈസേ മേ നീലി സ്യാഹി ബെരി ജാത്തി തീ. ഇവർ മഷി നിറക്കാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ്. ആ ദിവസങ്ങളിൽ ഉൻ ദിനോം പെൻ മേം 5 പൈസേ മേം നീലി സ്യാഹി ബെരി ജാത്തി തീ. ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറക്കാമായിരുന്നു. ആ സമയത്ത് ഈ ഒരു കാലഘട്ടമല്ല, 1981 കാലഘട്ടമാണ്. ആ ടൈമിൽ 5 പൈസയൊക്കെ നല്ല വിലയുള്ള പൈസയായിരുന്നു. അന്ന് 5 പൈസയ്ക്ക് മഷി നിറക്കാമായിരുന്നു. അവര് ബേലായും ഷാക്കിലും കൂടി മഷി നിറക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റേഷനറി കെ ദുകാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേം സ്യാഹി ബർത്തേ തേ. എന്താണ്? സ്റ്റേഷനറി കച്ചവടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറക്കുമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ബോൾ പെന്നല്ല, നമ്മൾ മഷി നിറക്കുന്ന പെന്നായിരുന്നു. ആ ഫൗണ്ടൻ പേനയിൽ മഷി നിറക്കുന്നതിന് വേണ്ടി ബേലായും ഷാക്കിലും ആ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അന്ന് 5 പൈസക്ക് മഷി കിട്ടുമായിരുന്നു. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. എന്താണ്? പെന്നിൽ കുച്ച് സ്യാഹി ബച്ചീത്തി, പെന്നിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് എന്ത് ചെയ്ത് അവർ പുതിയ മഷി നിറക്കാൻ വേണ്ടി പോവുകയാണ്. സാഹിൽ എന്തു ചെയ്തു? ആ മഷി, അതിൽ പെന്നിൽ അവശേഷിച്ചിരുന്ന ആ മഷി ചിടക്ക് ദിയ, അങ്ങ് ഭൂമിയിലേക്ക് തളിച്ചു കളഞ്ഞു. നൈ സ്യാഹി ബർവാനെ കേലിയെ ദോനോൻ ദുക്കാൻ പർ പഹൂഞ്ചെ, എന്നിട്ട് പുതിയ മഷി നിറക്കുന്നതിന് വേണ്ടി രണ്ടുപേരും ദുക്കാൻ പർ പഹൂഞ്ചെ, ദുക്കാൻ പീടിക, പഹുഞ്ചിന എത്തുക, ദുക്കാൻ പർ പഹുഞ്ചെ. ഏക് പെൻ സ്യാഹി ബർദോ, ഏക് പെൻ സ്യാഹി ബർദോ, ഈ പെന്നിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സേ പഹലേ ഹി ബേലാനെ ദുക്കാൻ വാലെ സേ കഹ, സാഹിലിന് മുമ്പേ തന്നെ ആര് പറഞ്ഞു? സേ പഹലേ ഹി ബേല ദുക്കാൻ വാലെ സേ കഹ, പീടികക്കാരനോട് പറഞ്ഞു. ബേട്ട സ്യാഹി കാ ബോത്തൽ അബി അബി കാലി ഹോ ഗയി ഹേ. മകനെ, എന്താണ്? സ്യാഹി കി ബോത്തൽ, പെന്നിൻ്റെ മഷിയുടെ ബോട്ടിൽ, അബി അബി കാലി ഹോ ഗയി ഹേ, ഇപ്പമാണ് കാലിയായത്, ഇപ്പോഴാണ് കാലിയായത്. അബ് തോ കൽ ഹി മിൽ പായെങ്കി, ഇനി നാളെ നമുക്ക് മഷി കിട്ടുകയുള്ളൂ. അബ് തോ കൽ ഹി മിൽ പായെങ്കി, ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി തീ ഉസേ ബി ജമീൻ പർ ചിടക്ക് ദിയ. ലേക്കിൻ, എന്നാൽ ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇസ്നേത്തോ പെൻമേൻ ജോ സ്യാഹി തീ, ഇവൻ്റെ പെന്നിൽ കുറച്ച് മഷിയുണ്ടായിരുന്നു. ഉസേബി ജമീൻ പർ ചിടക്ക് ദിയ, അവനത് ഭൂമിയിൽ ഒഴിച്ചു കളഞ്ഞു. ബേല ബോലി, ബേല കച്ചവടക്കാരനോട് പറഞ്ഞു. ലേക്കിൻ ഇസ്നേത്തോ പെൻമേ ജോ സ്യാഹി തീ ഉസേബി ജമീൻ പർ ചിടക്ക് ദിയ, ചിടക്കിന ഒഴിച്ചു കളയുക, ചിടക്ക് ദിയ. ബേല ബോലി. बादल को देखकर घटे को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पट्टे हो. അപ്പോൾ ദുക്കാൻദാർ ഇങ്ങനെ മഷി ഒഴിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കച്ചവടക്കാരൻ ഇവരോട് പറയുകയാണ്, ബാദൽ കോ ദേഖുകർ, ബാദൽ മേഘം, മഴക്കാറ് കണ്ടിട്ട് ഗഡേ കോ നഹീം ഢുലാന, നിങ്ങൾ കുടം ചരിച്ചു കളയരുത്, ആ കുടത്തിലുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കളയരുത്. ഒരു പക്ഷേ എന്താണ്, മഴക്കാറ് കണ്ടാൽ അത് മഴ പെയ്തോളണം എന്നില്ല. ബാദൽ കോ ദേഖുകർ ഗഡേ കോ നഹീം ഢുലാന, നിങ്ങൾ കുടം ചരിച്ചു കളയരുത്. ദുക്കാൻ വാലേ ഭയ്യാനെ കഹ, ദുക്കാൻ പീടികക്കാരൻ ഇവരോട് പറഞ്ഞു. അവർ പൂച്ച കോൻ സി മേം പഠ്യേഹേ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഇവർ ഉത്തരം പറയുകയാണ്, 5വീ മേ, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസേ ബുരേ മൻസേ ബതായ ജൈസേ 5വീ മേ പഠന പാപ് ഹോ, എന്താണ്
ആരാണ് ഉത്തരം പറഞ്ഞത്? സാഹിലിനാണ് ഉത്തരം പറഞ്ഞത്. സാഹിൽ പറയുകയാണ്, ഒരു പാപമെന്ന പോലെ പാഞ്ചിവീമേ, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സൈലൈസെ ബുരേ മൻസെ ബതായ ജൈസെ പാഞ്ചിവീമേ പഠന പാപ് ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു ഒരു ചീത്തക്കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പാപമെന്ന പോലെ അവൻ പറഞ്ഞു. ധോനോം ദുക്കാൻ വലേ ബയ്യാന്, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ധോനോം ദുക്കാൻ വാലേ ബയ്യാനെ കഹ ഹാം. ധോനോം ദുക്കാൻ വാല പീഡികക്കാരൻ പറയാൻ, ദുക്കാൻ വാല ബയ്യാനെ കഹ ഹാ. ധോനോം നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? और हम दोनों का സെക്ഷൻ ബി ഏക് ഹി. ഞങ്ങളുടെ സെക്ഷൻ സ്റ്റാൻഡേർഡ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏക് ഹി ഹെ എ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഹാം दोनों और हम दोनों का सेक्शन भी एक ही है ये. बेला ने ऐसे गुश होकर बताया जैसे एक कोई बहुत बड़ी बात हो. ഒരു വലിയ കാര്യം എന്ന പോലെ ഇത് ബേല കച്ചവടക്കാരനോട് പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത്. അവൾ സന്തോഷത്തോടു കൂടി ദുക്കാൻ വാലയോട് പറയുകയാണ്. ഖുഷ് സന്തോഷം, ബതാന പറയുക, ജൈസെ പോലെ, ബഡി ബാത്ത് വലിയ കാര്യം എന്ന പോലെ അവൾ പറഞ്ഞു. दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी. सन 57 में वह तलवार पुरानी थी, पढ़ता तो बोला भी चमक उठी. सन 57 में वह तलवार पुरानी थी, पढ़ती थी. ക്ലാസ് में दोनों पास पास बैठते थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്ത് ആയിരുന്നു ഇരുന്നിരുന്നത്. ബേലായും സാഹിലും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരുന്നത്. കാപ്പി മേം കാം കർത്തേ തോ ദോനോ കാപ്പി മേം കാം കർത്തേ തേ. എന്താണ്? ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ മറ്റേയാളും കോപ്പി എഴുതുകയായിരിക്കും. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. എന്താണ്? ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ മറ്റേയാളും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ. ഇവർ പാഠഭാഗങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. സാഹിൽ ചമക്ക് ഉടി. സൻ 57 വഹ തൽവാർ പുരാനി തീ. 1000 എന്ന് പറഞ്ഞാൽ തിളങ്ങിയ വാള്, 57 തിളങ്ങിയ വാള് പഴയതായിരുന്നു എന്ന് സാഹിൽ പറഞ്ഞതാൽ അടുത്താത്തോ ബോലാവി ചമക്ക് ഉടി. സൻ 57 വഹ തൽവാർ പുരാനി തീ. അവളും അതുതന്നെയാണ് പറയുക. 57 തിളങ്ങിയ വാള് പഴയതായിരുന്നു എന്ന് തന്നെയാണ് അവളും പറയുക. പഠിത്തി തീ. ബേല കഹത്തി. ബേല എന്നാണ് പറയുന്നത്, ബഹൻജി പാനി പീനെ ചലി ജാവും. എന്താണ്? എനിക്ക് വെള്ളം കുടിക്കാൻ പോകണം. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. സാഹിൽ ബി കഹത്ത ബഹൻജി പാനി പീനെ ചലാ ജാവും. സാഹിലും എന്താണ്? അത് തന്നെയാണ് പറയുക. ബഹൻജി എനിക്ക് വെള്ളം കുടിക്കാൻ പോകണം. गणित के मास्टर साहब सुरेंद्र जी का पीरियड കേൽ ഖണ്ഡി के बाद आता था. ഗണിത അധ്യാപകനായ സുരേന്ദ്രൻ മാഷിൻ്റെ പീരീഡ് ഗേൽ ഖണ്ഡി കെ ബാദ്. എന്താണ്? ഡ്രിൽ പീരീഡ്. ഗേൽ ഖണ്ഡി ഡ്രിൽ പീരീഡിന് ശേഷമാണ് വരുന്നത്. ഗേൽ ഖണ്ഡി കെ ബാദ് ആത്താ താ. ബച്ചെ ഉൻസെ കാംതേ തേ. ഈ സുരേന്ദ്രൻ മാഷ് എന്താണ്? കുട്ടികൾ എല്ലാവരും വളരെയധികം പേടിച്ചിരുന്നു. ബച്ചെ കുട്ടികൾ, ഉൻസെ കാംതേ തേ കാമ്പിന വിറക്കുക. സുരേന്ദ്രൻ മാഷ് ക്ലാസ്സിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാലിൻ്റെ മുട്ടുകൾ വിറക്കുമായിരുന്നു. ഔർ കേൽ ഖണ്ഡി ബന്ദ് ഹോനെ സേ 2 മിനിറ്റ് പഹലെ. ഇതുകൊണ്ട് തന്നെ അവരുടെ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ, പഹലെ മുമ്പേ ഹി अपनी जगह पर आकर
ബൈഠ് ജാത്തെ थे അവരെന്ത് ചെയ്യും, അവരുടെ സ്ഥലത്ത് വന്നിരിക്കും. സുരേന്ദ്രൻ മാസ്റ്റർ വരുന്നതിന് 2 മിനിറ്റ് മുമ്പേ അവരെല്ലാവരും ഡ്രിൽ പീരീഡ് ഒഴിവാക്കിയിട്ട് അവരുടെ സ്ഥാനത്ത് വന്നിരിക്കും. ഇത്രയാണ് ഇന്നത്തെ പാഠഭാഗത്ത് എടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ഭാഗം നിങ്ങൾ വളരെ മനസ്സിരുത്തി പഠിക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി അടുത്ത ഭാഗത്തിൽ പറയാം.